പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 19:14. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ വിശദീകരിക്കുന്നത് വാക്കിൽ തെറ്റിയ ഒരുവന്റെ പാപത്തെക്കുറിച്ചും അതിനു വരുത്തേണ്ടതായ പ്രായശ്ചിത്തത്തെക്കുറിച്ചുമാണ്. ഇത്രയും വാക്യത്തിൽ അത് വിശദീകരിക്കണമെങ്കിൽ അതിന്റെ പ്രാധാന്യം എടുത്ത് മനസ്സിലാക്കേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 6-ൽ നാം വായിക്കുന്നു, നാവും ഒരു തീ തന്നെ എന്ന് വായിക്കുന്നു. ഒരു ചെറിയ തീക്കഷ്ണം വലിയ കാടിനെ കത്തിക്കു കളയുവാൻ കാരണമാകുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സദൃശവാക്യത്തിൽ നാവിന്റെ ശാന്തത ജീവവൃക്ഷം, അതിന്റെ വക്രതയോ മനോവ്യസനമെന്ന് സദൃശ്യ 15:4 നാം വായിക്കുന്നു. നമ്മുടെ വാക്കുകൾ മൂർച്ചയുള്ള കത്തിക്ക് സമമെന്ന് ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു. വാളുകൊണ്ട് കുത്തുന്നത് പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്. സദൃശ്യവാക്യം 12:18. കർത്താവ് യേശുക്രിസ്തുവിന്റെ വാക്കുകളെ കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത് ലാവണ്യ വാക്കുകൾ എന്നതാണ്. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയത് ആയിരിക്കണമെന്ന് തിരുവചനത്തിൽ നാം വായിക്കുന്നു. ദാവീദിന്റെ പ്രാർത്ഥനയാണ് നാം വായിപ്പാനിടയായത്. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ് പ്രസ്താവിക്കുന്നത്. നമ്മുടെ ചിന്തകളും ധ്യാനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നതായിരിക്കും. അത് ആത്മീക പക്വത നിറഞ്ഞതായി നമ്മളിൽ വരുന്ന വാക്കുകൾ രുചിപ്രദമായി തീരുവാനിടയായിത്തീരും. അതുകൊണ്ട് അപ്രകാരം അവിടെ ഓർമ്മപ്പെടുത്തുന്നു. യാക്കോബ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, എന്നാൽ ഏതു മനുഷ്യന് കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവർ ആയിരിക്കട്ടെ. യാക്കോബ് 4:11 എന്ന കൽപ്പന നാം എപ്പോഴും ഓർക്കുക. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ എന്ന സങ്കീർത്തനം 17:27 നാം വായിക്കുന്നതായി കാണുന്നു. കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ കിടന്നപ്പോൾ റോമൻ പടയാളികൾ അവനെ ഉപദ്രവിച്ചപ്പോൾ ഒരു ആകാത്ത വാക്കുകളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നും കർത്താവിന്റെ വായിൽ നിന്ന് നമ്മൾ കേട്ടതായി കാണുന്നില്ല. ലോകം അത്ഭുതത്തോടെ കാണുവാനിടയായിത്തീർന്നത് നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ ഇപ്രകാരമാണ്: ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാണൻ പോകും. വേദന അനുഭവിച്ചുകൊണ്ട് കർത്താവ് മൊഴികൾ പറയുവാനിടയായിത്തീർന്നത്. എങ്കിൽ നാമും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഹസിച്ച് വാക്കുകൾ പറയാതെ, മറ്റുള്ളവർക്ക് മൂർച്ചയേറുന്ന വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ, നമ്മൾ വാക്കിൽ തെറ്റാതെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും പ്രഭാതത്തിൽ സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.